മൂന്നാമത്തെ യുവതിയുടെ പരാതിയിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ മുറിയെടുത്തതായി രാഹുൽ സമ്മതിച്ചിട്ടുണ്ട്. തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട രാഹുലിനെ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം യുവതിയെ പീഡിപ്പിച്ചു എന്ന കാര്യത്തിൽ രാഹുൽ വ്യക്തമായ മറുപടി പറയുന്നില്ല. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നടക്കം 3 ഫോണുകളാണ് രാഹുലിൻ്റെതായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. എന്നാൽ ഇവയുടെ പാസ്വേഡ് രാഹുൽ കൈമാറിയിട്ടില്ലെന്നാണ് വിവരം. ഇതുകാരണം കേസിൽ നിർണായക തെളിവുകൾ കിട്ടാൻ പോലീസ് പാടുപെടുകയാണ്. അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന ചോദ്യത്തിന് മൗനമാണ് രാഹുലിന്റെ മറുപടി. കുറ്റകൃത്യം സമ്മതിക്കുന്ന ഒരു കാര്യവും രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസിൽ രാഹുലിനുള്ള പിന്തുണ വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന തലത്തിലെ ചില നേതാക്കളും രാഹുലിന് പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പിന്തുണ ലഭിക്കുന്നത് നേതൃത്വത്തിനും ആശങ്കയുണ്ടാക്കുകയാണ്. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ രാഹുൽ സമ്മതിച്ചിരുന്നില്ല. 3 ദിവസത്തേക്കാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ രാഹുലിനെ നൽകിയത്. പാലക്കാട് എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് സൂചന. UTV ന്യൂസ്, പാലക്കാട്.